ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞുള്ള സ്ത്രീകളെ പിറ്റേ ദിവസമൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ടൊരു ഗ്ലോ ഒക്കെ ഉണ്ടാകുകയും പിന്നെ അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് സെക്സിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഗ്ലോയാണ്. ഇതൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കന്യാചർമ്മം അല്ലെങ്കിൽ ഹൈമൻ പൊട്ടുകയും പിന്നെ അതിനോടനുബന്ധിച്ച് കഠിനമായ വേദനയും രക്തസ്രാവവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ആദ്യ രാത്രിയെ പറ്റിയും ആദ്യ ലൈംഗിക ബന്ധത്തെ പറ്റിയും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലരോട് ചോദിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ സ്ത്രീയും പുരുഷനും ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ്. എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ കാരണം പലരിലും വലിയ പേടിയും ആശങ്കയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഫസ്റ്റ് സെക്സിന് ശേഷം ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യത്തേതും പണ്ട് കാലം മുതലേ വിശ്വസിച്ചു വരുന്ന ഒരു മിഥ്യാധാരണയാണ് വെർജിനിറ്റി ഹൈമനും തമ്മിലുള്ള ഒരു ബന്ധം. നമ്മൾ ഫസ്റ്റ് സെക്സിന് ശേഷം ഒരു ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അവൾ കന്യകയാണെന്നാണ് പണ്ടുള്ളവരൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇതൊരു തെറ്റായ ധാരണയാണ്. ഈ കന്യാചർമ്മ അല്ലെങ്കിൽ ഹൈമൻ എന്ന് പറയുന്നത് നമ്മുടെ യോനി ദ്വാരത്തെ മൂടിയിരിക്കുന്ന ഒരു ചെറിയ പാളിയാണ്, അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ടിഷ്യൂ ആണ്. ഇത് ചിലവർക്ക് ഉണ്ടാകാം, ചിലർക്ക് ഇല്ലാതിരിക്കാം. ചിലർ ഈ ഡാൻസിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡാൻസിങ്, സ്വിമ്മിങ്, സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സൈക്ലിങ് അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് സ്വാഭാവികമായും നേരത്തെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ചിലർക്ക് ജന്മന ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കന്യകാതത്തെ സൂചിപ്പിക്കുന്ന കാര്യമേ അല്ല. ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം, ചിലർക്ക് ഉണ്ടാവത്തില്ല. അത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഹൈമനെ കുറിച്ചിട്ടുള്ള വേറൊരു തെറ്റായ ധാരണയാണ് ഹൈമൻ പൂർണ്ണമായിട്ടും ഫസ്റ്റ് സെക്സിലൂടെ നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സെക്സിന് ശേഷം ഇതിനൊരു ചെറിയതായിട്ടുള്ള ഒരു പോറലോ അല്ലെങ്കിൽ ഒരു വികാസമാണ് ഉണ്ടാകുക. ഇത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത് ഒന്നെങ്കിൽ ഒരു പ്രസവത്തിൻ്റെ കൂടെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഒക്കെയാണ് ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ഒരു സ്വാഭാവിക കാര്യമാണ്. അതുകൊണ്ട് ഇനി ചിലർ ഫസ്റ്റ് നൈറ്റിൽ ബ്ലീഡിങ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ ഉപേക്ഷിക്കാനോ ഒന്നും പോകണ്ട. പിന്നെ അടുത്തൊരു മിഥ്യാധാരണയാണ് ഫസ്റ്റ് സെക്സിൽ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറയുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ ഒരു സ്ത്രീ ഓവുലേഷനോട് കടന്നു പോകുന്ന സമയത്താണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവർക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത 100% ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലർക്ക് നമുക്ക് ഓവുലേഷനോട് കടന്നു പോയാലും നല്ല ബീജങ്ങളൊന്നും അല്ല ചെല്ലുന്നതെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഫസ്റ്റ് സെക്സ് ആണെങ്കിലും എപ്പോഴത്തെ സെക്സ് ആണെങ്കിലും പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം ഫസ്റ്റ് സെക്സും പെയിനും. നമ്മൾ ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരം ഇതിനെയൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിയ വേദനയും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് ടെൻഷനിലും സ്ട്രെസ്സിലും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഉത്കണ്ഠയൊക്കെ ഉള്ള ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പാനിക് ആകും. അതുകൊണ്ട് നമുക്ക് അത് പൂർണ്ണതയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേദനയും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കഠിനമായ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് അത് നിർബന്ധമായും പറയേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് നിർത്തുകയും പിന്നീട് നമുക്ക് തുടരുകയും ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വജൈനൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. നമ്മൾ ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ യോനിയിലെ പേശികൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു വികാസം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഉത്തേജനമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം സ്വയം ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വയം ഒരു ഈർപ്പം ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ എന്നാൽ ഈ ഫസ്റ്റ് സെക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയവും കുറച്ച് ഉത്കണ്ഠയും ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് കാരണം ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു വേദനയൊക്കെ അനുഭവപ്പെടാം. പക്ഷേ നമ്മൾ പങ്കാളിയായിട്ട് ഇതൊക്കെ പങ്കുവെച്ച് മനസ്സിലാക്കി പ്ലേ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സെക്സ് ആദ്യത്തെ തവണ തന്നെ നടക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ വജൈനൽ ഏരിയയിൽ ഒരു ടെമ്പററി ആയിട്ട് കുറച്ച് വീക്കവും ചുവപ്പും ഒക്കെ ഉണ്ടാവാം. കാരണം നമ്മുടെ ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം നമ്മുടെ ഈ സ്വകാര്യ ഭാഗത്തോട്ട് രക്തയോട്ടമൊക്കെ കൂടുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ ചുവപ്പ് നിറവോ അല്ലെങ്കിൽ ഒരു വീക്കോ ഒക്കെ അനുഭവപ്പെടാം. പക്ഷെ അത് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് സ്വയം മാറുന്നതാണ്.
പിന്നെ എല്ലാവരും പറയുന്ന ഒരു മിത്താണ് നമ്മുടെ ആദ്യ ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾക്ക് ഇടുപ്പിന് വലിപ്പം വെക്കുന്നു അല്ലെങ്കിൽ ശരീരഭാരം കൂടുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു വലിയൊരു മിത്താണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് സ്ത്രീകളുടെ ശരീര വടിപ്പിനോ അതിന്റെ ഇടുപ്പിന്റെ വലിപ്പത്തിനോ ഒന്നും യാതൊരു മാറ്റവും. വെയിറ്റ് ഒക്കെ കൂടുന്നത് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണ രീതി ജീവിത ശൈലിയൊക്കെ മാറുന്നതൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ഈ ഫസ്റ്റ് സെക്സിലൂടെ ഒന്നും നമ്മുടെ ശരീരത്തിനെ വേറെ രീതിയിലൊന്നും ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ അടുത്തൊരു മിത്താണ് ആദ്യ ലൈംഗിക ബന്ധത്തിൽ തന്നെ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടുള്ള സെക്ഷൽ പ്രഷറും പിന്നെ ഓർഗാസവും ഒക്കെ ലഭിക്കും എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു ഓർഗാസം ഉണ്ടാവില്ല. കാരണം നമുക്ക് ശരീരത്തിന് ഇതൊരു പുതിയൊരു അനുഭവം ആയതുകൊണ്ടുള്ള പേടിയും ഉത്കണ്ഠയും ടെൻഷനും പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ പങ്കാളിയുമായിട്ട് കൂടുതലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ശേഷം നമ്മുടെ പങ്കാളിയുമായിട്ട് നല്ലൊരു പരസ്പര അടുപ്പവും ആശയവിനിമയവും ഒക്കെ കൂടുമ്പോഴാണ് ഇത് ഭാവിയിൽ ഇത് സാധ്യമാകുന്നത്. പിന്നെ ഒരു മിത്താണ് ഹൈമൻ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പെനിട്രേഷൻ കൂടുതൽ സാധ്യമാകും അല്ലെങ്കിൽ വേദന അനുഭവപ്പെടില്ല എന്നൊക്കെ ചിന്തിക്കുന്നത്. ഈ വേദന ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഹൈമൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ പങ്കാളിക്ക് ഭയങ്കര അമിതമായ പേടിയും ടെൻഷനൊക്കെ കാരണം നമ്മുടെ യോനിയിലെ പേശികൾക്ക് വലിഞ്ഞു മുറുകുന്നതൊക്കെ കൊണ്ട് അതിനെന്ന് വെച്ചാൽ പെൽവിക് ഫ്ലോർ മസിൽസ് ഒക്കെ ടൈറ്റൻ ആയതുകൊണ്ട് ഈ നമ്മുടെ സ്ത്രീകൾക്ക് ഭയങ്കര കഠിനമായ വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ വേദന കുറഞ്ഞു വരും, നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പെനിട്രേഷൻ നടക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മെയിൻ പോയിന്റ്, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളുടെ മുഖത്തും ചർമ്മത്തിലും ഒക്കെ ഒരു പ്രത്യേക തിളക്കം കാണാറില്ല. ഇതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഈ സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും പിന്നെ ഈസ്ട്രജൻ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ ചർമ്മത്തിന് കൂടുതൽ തിളക്കവും ഭംഗിയും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത എല്ലാവർക്കും ഉള്ള സംശയമാണ് സെക്ഷൽ ആക്ടിവിറ്റിക്ക് ശേഷം ഒരു ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന്. നമ്മുടെ ഈ ലൈംഗിക ഉത്തേജനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബ്രസ്റ്റിലേട്ടുള്ള രക്തോട്ടമൊക്കെ കൂടുകയും പിന്നെ അവ ടെമ്പററി ആയിട്ട് കുറച്ച് വലുതാകുകയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിപ്പിളൊക്കെ കൂടുതൽ സെൻസിറ്റീവായി മാറുകയും ചെയ്യും. ഈ ബന്ധത്തിന് ശേഷം ഇത് സാധാരണ നിലയിലേക്ക് വീണ്ടും വരികയും ചെയ്യും. ഈ സെക്സിന് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു ഹോർമോണുകളുടെ റഷാണ് സംഭവിക്കുന്നത്. നമ്മുടെ സെക്സിന് ശേഷം സ്ത്രീകളുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ എന്നീ ഹോർമോണുകൾ വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ഇതിനെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത് ഹാപ്പി ഹോർമോണുകൾ എന്നാണ്. ഈ ഹോർമോണുകൾ കാരണം നമ്മുടെ ഹസ്ബൻഡിനോട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് നമുക്ക് ഒരുപാട് സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നാൻ കാരണമാകും. പിന്നെ നമ്മൾ ഉറക്കത്തെ കൂട്ടുന്ന ഒരു സാധനമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. പല സ്ത്രീകളും ഈ സെക്ഷൽ ആക്ടിവിറ്റിക്ക് ശേഷം പെട്ടെന്ന് ഉറങ്ങിപ്പോകാറുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളാണ്. ഇവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല റിലാക്സേഷനും പിന്നെ ആഴത്തിലുള്ള ഉറക്കവും ഒക്കെ സമ്മാനിക്കും. പിന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പം നമ്മുടെ ഈ ആദ്യത്തെ അനുഭവം സുരക്ഷിതവും സന്തോഷവും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം. നമ്മൾ ഭയങ്കര പേടിയും പിന്നെ ഡ്രൈനെസ് ഒക്കെ ആ ഭാഗത്തുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം. നമുക്ക് ആ സമയത്ത് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ കാരണം നമുക്ക് പെനിട്രേഷൻ ഭയങ്കര വേദനാജനകമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല കൃത്യമായിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുക. ആദ്യത്തെ തവണയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോണ്ടം പോലുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇത് നമ്മളെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതാണ്. ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം 15 മിനിറ്റിനുള്ളിൽ മൂത്രമൊഴിക്കുന്നതും സ്വകാര്യ ഭാഗങ്ങൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകുന്നതും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആദ്യ ലൈംഗിക അനുഭവം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് പരസ്പര സ്നേഹവും ബഹുമാനവും പങ്കിടുന്ന ഒരു മനോഹരമായിട്ടുള്ള നിമിഷമാണ്. അത് ടെൻഷൻ ഒഴിവാക്കുക എന്നതാണ് പ്രധാനം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്കായിട്ട്
കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്